പ്രിയമുള്ളവരെ, ഇന്നലെ തിരുവനന്തപുരത്ത് ബഹുമാനനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഒരു പ്രസംഗം നടക്കുകയുണ്ടായി. ഏതാണ്ട് 1 മണിക്കൂറോളം ദൈർഘ്യമേറിയ ഒരു പ്രസംഗമായിരുന്നു അത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന അതിന്റെ അത്യുന്നതനായ നേതാവ്, ഏറെ ആദരണീയനായ വന്ധ്യവയോധികനായ പരിണതപ്രജ്ഞനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകിയ അദ്ദേഹത്തിന്റെ നായകത്വത്തിലുള്ള പ്രസ്ഥാനത്തിന്റെ സെന്റിനറി ആഘോഷത്തിന്റെ വിളംബരം ചെയ്തുകൊണ്ടുള്ള ഒരു ജാഥയായിട്ടാണ് ആ ജാഥ നടന്നിട്ടുള്ളത്. കാസർഗോഡ് നിന്ന് പ്രയാണം ആരംഭിച്ച ആ ജാഥ ഏതാണ്ട് 3 ആഴ്ചയോളം പ്രയാണം ചെയ്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഇന്നലെ സമാപിക്കുന്നത്. ഇന്നായിരുന്നു അത് ഇവരുടെ വിളംബരപ്രകാരം സമാപിക്കേണ്ടിയിരുന്നത്. പക്ഷെ ഇന്ന് റജബ് 27 മെഹറാജ് നോമ്പ് ഒക്കെ ആയതുകൊണ്ടാവണം ഒരു ദിവസം മുമ്പ് ഇന്നലെ അത് തിരുവനന്തപുരത്ത് സമാപിക്കുകയുണ്ടായി. ആ ജാഥയുടെ പ്രമേയം എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയമാണ്. ആ പ്രമേയത്തെ വളരെ മനോഹരമായി അവതരിപ്പിച്ചുകൊണ്ടും അതിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും എല്ലാ പ്രസ്ഥാനങ്ങളുടെയും പിന്തുണ നേടിയെടുത്തുകൊണ്ടുമാണ് ആ ജാഥ പ്രയാണം നടത്തിയിട്ട് അതിന്റെ പര്യടനം പൂർത്തിയാക്കി ഇന്നലെ തിരുവനന്തപുരത്ത് സമാപിക്കുന്നത്. പക്ഷെ ആ സമ്മേളനത്തിൽ പ്രസംഗിച്ച ബഹുമാന്യനായ മുഖ്യമന്ത്രി 57 മിനിറ്റോളം അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. ഈ 57 മിനിറ്റ് എടുത്ത് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ കേരളം മുമ്പ് വലിയ കലാപത്തിന്റെ ഭൂമിയായിരുന്നുവെന്ന്, മാറാട് കലാപം ഉണ്ടായിരുന്നുവെന്ന്, അതിന്റെ 1-ാം കലാപം, അതിന്റെ 2-ാം കലാപം എന്നൊക്കെ പേരിട്ട് വിളിച്ചുകൊണ്ട് ആ കലാപങ്ങളുടെ കഥകൾ ഒക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞൊരു ദശാബ്ദമായി അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ മനുഷ്യരെയൊക്കെ ഒന്നായി കണ്ട് എല്ലാവർക്കും തുല്യ പരിഗണന കൊടുത്ത് ഒരു കലാപവുമില്ലാതെ ശാന്തവും സ്വസ്ഥവുമായ അന്തരീക്ഷത്തിൽ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അതിന് തങ്ങൾക്ക് മാത്രമേ സാധിക്കൂ എന്ന ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട്, ഒരു തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ടുകൾ നഷ്ടപ്പെട്ടതുകൊണ്ട് തങ്ങൾ തോറ്റു എന്നൊക്കെ വിലയിരുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് വീണ്ടെടുക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന ഒരു അന്വേഷണത്തിന്റെ ഉത്തരം പോലെ ഒരു പ്രസംഗമാണ് അദ്ദേഹം ഇന്നലെ തിരുവനന്തപുരത്ത് ചെയ്യുകയുണ്ടായത്. തീർത്തും അനുചിതമായിരുന്നു ആ പ്രസംഗം എന്ന് പറയാതെ വയ്യ. ഒരു വലിയ മതപണ്ഡിതൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ജാഥയിൽ ഒരു തരത്തിലും നടത്താൻ പാടില്ലാത്ത പരാമർശങ്ങളാണ് ശ്രീ പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുണ്ടായത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അവിടെ പ്രസംഗിച്ച പ്രതിപക്ഷ നേതാവിന് പരോക്ഷമായെങ്കിലും ഈ അനുചിതമായ പ്രസംഗത്തോട് പ്രതികരിക്കേണ്ടി വന്നു എന്നതും സംഭവ്യമാണ്. അത് അങ്ങനെ സംഭവിക്കുകയുണ്ടായി. അതുകൊണ്ടൊക്കെ തന്നെയാകണം ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിൽ ആരെയെങ്കിലും വിജയിപ്പിക്കാനല്ല, ആർക്കെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കി തരാനല്ല, സംഘടന മുന്നോട്ട് വെക്കുന്നത് മനുഷ്യർക്ക് നേട്ടമുണ്ടാകാനുള്ള മുദ്രാവാക്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി രാഷ്ട്രീയം പറഞ്ഞതിനെ ആ രാഷ്ട്രീയത്തോട് സതീശന് പ്രതികരിക്കേണ്ടി വന്ന പശ്ചാത്തലത്തെ ഈ രൂപത്തിൽ അദ്ദേഹം ഒരു പ്രതികരണത്തിൽ ഒതുക്കിയ. യഥാർത്ഥത്തിൽ മാറാട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ വാർത്താമാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു സംഗതിയാണ്. അങ്ങനെ ഒരു ചർച്ചയിലേക്ക് മാറാടിനെ കൊണ്ടുവന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി മുഖ്യമന്ത്രിയുടെ മാനസപുത്രനാണ്. നേരത്തെ മാൻഹോളിൽ പെട്ടുപോയ 2 അന്യസംസ്ഥാന തൊഴിലാളികളുടെ ജീവൻ രക്ഷിക്കാൻ തട്ടുകടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കെ തന്റെ ദൃഷ്ടിയിൽ ഈ സംഭവം പെട്ടപ്പോൾ
മുന്നും പിന്നും ആലോചിക്കാതെ ആരാണോ പെട്ടുപോയത്, തന്റെ ബന്ധുക്കളാണോ, തന്റെ സമുദായക്കാരാണോ, തന്റെ നാട്ടുകാരാണോ, തന്റെ രാജ്യക്കാരാണോ എന്നൊന്നും പോലും ചിന്തിക്കാതെ തനിക്ക് ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ലാത്ത അറിയാത്ത രണ്ട് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ ഉദാത്തമായ മനുഷ്യത്വം പ്രകടിപ്പിച്ചുകൊണ്ട് ആ മാൻഹോളിലേക്ക് എടുത്തു ചാടി മരിച്ചുപോയ നൌഷാദ് എന്ന് പറയുന്ന ആ മനുഷ്യന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നൽകിയപ്പോൾ നൌഷാദ് മുസ്ലിമായതുകൊണ്ടാണ് ഈ നഷ്ടപരിഹാരം നൽകിയത് എന്ന് കേരളത്തിൽ ഇന്ന് വരെ, ഇന്ത്യയിൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു ഭരണാധികാരിക്കെതിരായി, ഒരു ഭരണകൂടത്തിനെതിരായി ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമോ സാമൂഹിക പ്രസ്ഥാനമോ സാമുദായിക പ്രസ്ഥാനമോ പറഞ്ഞിട്ടില്ലാത്ത രൂപത്തിൽ വളരെ വിഷം കലക്കിയ ഒരു പ്രതികരണം നടത്തിയ വ്യക്തിത്വമാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അന്ന് വെള്ളാപ്പള്ളി നടേശൻ തൊഗാഡിയുടെ നാവുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് വിമർശിച്ച ആളാണ് പിണറായി വിജയൻ. ആ വെള്ളാപ്പള്ളി നടേശന് ഒരു മാറ്റവും വന്നിട്ടില്ല. അന്നത്തെ നിലപാടിൽ നിന്ന് ഒട്ടും മാറ്റം വരാത്ത നിലപാടുകളാണ് അന്ന് തൊട്ട് ഇന്ന് വരെ വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിക്കുന്നത്. അദ്ദേഹത്തെയാണ് ഒരു ഘട്ടത്തിൽ ഈ പിണറായി വിജയൻ നവോത്ഥാന സമിതിയുടെ ചെയർമാനാക്കി വാഴിച്ചത്. ആ വെള്ളാപ്പള്ളി നടേശനാണ് മാറാട് തുടങ്ങുന്നത്. അതിനു മുമ്പ് മലപ്പുറത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒക്കെ നടത്തിയിട്ടുള്ള ഒരുപാട് പത്രസമ്മേളനങ്ങൾ, ആ പത്രസമ്മേളനങ്ങൾക്ക് നടന്നു കഴിഞ്ഞ പിറ്റേന്ന് അദ്ദേഹത്തിന്റെ നാവിൽ സരസ്വതി വിളയാടുന്നുവെന്ന് പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഉപഹാരങ്ങളും ബൊക്കേകളും ഒക്കെ കൊടുത്ത് സ്വീകരിച്ച മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റിലെ തന്നെ വാസവന്റെ ഒക്കെ നിലപാടുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഈ മാറാട് ഇപ്പൊ തുടങ്ങി വെച്ചത് UDF അധികാരത്തിൽ വന്നാൽ മാറാട് കലാപങ്ങൾ ഉണ്ടാകും എന്ന് ആദ്യം പറഞ്ഞത് ശ്രീ വെള്ളാപ്പള്ളിയാണ്. പിന്നെ അതിനെ എൻഡോഴ്സ് ചെയ്തത് AK ബാലനാണ്. AK ബാലന് പിന്തുണ കൊടുക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുകയുണ്ടായത്. അപ്പൊ ആ നിലയിൽ മാറാട് വീണ്ടും മുഖ്യമന്ത്രി മുസ്ലിം സംഘടന സംഘടിപ്പിച്ച ഒരു മഹാറാലിയുടെ, മഹാജാഥയുടെ സമാപനത്തിൽ 10,000 പങ്കെടുത്ത ഒരു സമ്മേളന വേദി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വീണ്ടും അതേ മാറാട് ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിന്റെ മേൽ എന്ത് മുതലെടുപ്പ് നടത്താൻ കഴിയും എന്ന് ചിന്തിക്കുന്ന അത്യന്തം ലജ്ജാകരമായ നാണം കെട്ട ഒരു നിലപാടാണ് മുഖ്യമന്ത്രി അവിടെ സ്വീകരിക്കുന്നതായി കണ്ടത്. ഇനി നമുക്ക് മാറാട് എന്താണ് എന്നൊന്ന് വിചിന്തനം ചെയ്താൽ എന്താണ് മാറാട് സംഭവിച്ചത്? മാറാട് ഒരു ജനുവരി 1 അല്ലെങ്കിൽ ഒരു പുതുവത്സര പിറവിയുടെ മുഹൂർത്തത്തിൽ അവിടെ നടന്ന ഒരു കലാപരിപാടിയുടെ സന്ദർഭത്തിൽ പെട്ടെന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ആ സന്ദർഭത്തിൽ ഏതോ ഒരു ആൺകുട്ടിയെ ഏതോ ഒരു പെൺകുട്ടിയുടെ കൈപിടിക്കുകയും ആ കയ്യിൽ പിടിച്ചത് 2 വ്യത്യസ്ത മതക്കാരായി പോയി എന്ന കാരണത്താൽ അത് വാക്കുതർക്കങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുകയും, ഇനി ഏത് മതക്കാരാണെങ്കിലും വാക്കുതർക്കം ഉണ്ടാകാം. ആ വാക്കുതർക്കം മതപരമായ ഒരു ഒരു വിഭജനത്തിലേക്ക് 2 ഭാഗം കക്ഷി ചേർന്നുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് എത്തിച്ചേരുകയും ആ പ്രശ്നം അന്ന് രാത്രി തന്നെയോ പിറ്റേന്ന് രാവിലെയോ ആ പ്രദേശത്തെ മഹല്ല് കമ്മിറ്റിയുടെ പ്രതിനിധികൾ, അരയ സമാജത്തിന്റെ പ്രവർത്തകന്മാര്, അതുപോലുള്ള ആളുകളൊക്കെ കൂടി അവിടെ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കുകയും ചെയ്ത ഒരു വിഷയം 3 ദിവസം കഴിഞ്ഞ് 2 ഹിന്ദു സഹോദരന്മാരുടെ ഒരു ഹിന്ദു സഹോദരന്റെ കൊലപാതകത്തിലേക്ക് എത്തുകയും അതിന് പകരമായി ഒരു മുസ്ലിമോ അല്ലെങ്കിൽ ഒരു മുസ്ലിം സഹോദരനെ ആദ്യം കൊന്നതിന് പകരമായി ഒരു ഹിന്ദു സഹോദരനോ ഏതോ അർത്ഥത്തിൽ ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും കൊല്ലപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുകയും 4-ാം തീയതിയാണ് ജനുവരി 4-നാണ് ഈ കൊലപാതകം നടക്കുന്നത്. ആ കൊലപാതകം കഴിഞ്ഞ് മരണപ്പെട്ട മുസ്ലിമിന്റെ മയ്യത്ത് സംസ്കരിച്ച് തിരിച്ചു വരുന്ന സംഘത്തിന് നേരെയുണ്ടായ അക്രമത്തിൽ CPMന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർ ആണെന്നാണ് എന്റെ ഓർമ്മ. CPMന്റെ പ്രാദേശിക നേതാവാണ് അബൂബക്കർ എന്ന് പറയുന്ന സഖാവ് കൊല്ലപ്പെടുന്നത്. യഥാർത്ഥത്തിൽ മാറാടിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം പരിശോധിച്ചാൽ, ബേപ്പൂര്, മാറാട് ആ മേഖലയുടെ ചരിത്ര പശ്ചാത്തലം പരിശോധിച്ചാൽ വളരെ കാലങ്ങളായി അവിടെ വർഗീയമായേക്കാവുന്ന വിധത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിരന്തരമായി CPM RSS സംഘടനകൾ നടക്കുകയും CPMൽ മഹാഭൂരിപക്ഷം ആളുകളും മുസ്ലിങ്ങളാവുകയും RSSൽ ഹിന്ദുക്കളാവുകയും ചെയ്യുന്ന സമയത്ത് അതിനൊരു സാമുദായിക നിറം വന്നു ചേരുകയും അതുവഴി ഹിന്ദു മുസ്ലിം മനസ്സുകൾ വളരെ വളരെ അകലെ നിൽക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമുള്ള സ്ഥലമാണ് മാറാട്.
എന്നാൽ ആ മാറാടിന് ഒരു മാറ്റം വന്നു തുടങ്ങിയത് 2000 കൂടിയാണ്. 2000 അവിടെ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ മാറാട് പ്രദേശത്ത് ഈ സംഘർഷം കലാപം നടന്ന ആ വാർഡ് ഉൾക്കൊള്ളുന്ന പ്രദേശത്ത്, ആ പ്രദേശം ഉൾക്കൊള്ളുന്ന വാർഡില് ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷം മാത്രം ജയിച്ചു പോന്നിരുന്ന ആ വാർഡില് ചരിത്രത്തിലാദ്യമായി മുസ്ലിം ലീഗിന്റെ നേതാവ് മൊയ്തീൻ കോയ 717 വോട്ടുകൾക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു. 2001 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ VKC മുഹമ്മദ് കോയയാണ് CPM-ന്റെ സ്ഥാനാർത്ഥി, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി MC മാഹിൻ ഹാജിയാണ്. MC മാഹിൻ ഹാജി അവിടെ 1100 വോട്ടിന്റെ ഭൂരിപക്ഷം നേടുന്നു ഈ മാറാട് പ്രദേശത്ത് മൊത്തത്തിൽ. ഇത് ഒരു പുതിയ അനുഭവമാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. ഈ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഹിന്ദു മുസ്ലിം മനസ്സുകൾ കൂടുതൽ അടുക്കുമ്പോൾ അത് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വിധിയെഴുത്തുണ്ടാകുന്നുവെന്ന്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് അനുകൂലമായ വിധിയെഴുത്തുണ്ടാകുന്നുവെന്ന്, എന്നാൽ ഹിന്ദു മുസ്ലിം മനസ്സുകൾ അകലുമ്പോൾ ആ അകൽച്ച യഥാർത്ഥത്തിൽ തങ്ങൾക്ക് ഇടതുപക്ഷത്തിനാണ് നേട്ടമുണ്ടാക്കുന്നത് എന്ന് വിലയിരുത്താൻ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ പ്രേരിപ്പിച്ചുവെന്നും അതുകൊണ്ട് ആ കമ്മ്യൂണിസ്റ്റുകാർ ഈ ഇത്തരം കലാപത്തെ അവരാഗ്രഹിച്ചിരുന്നുവെന്നും അങ്ങനെ ഒരു കലാപത്തിലേക്ക് ഈ വിഷയത്തെ എത്തിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നുമുള്ള വിലയിരുത്തൽ അന്ന് ശക്തമായി നടന്നിട്ടുണ്ട്. മാറാട് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷന്റെ മുമ്പിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട്. കമ്മീഷൻ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് ആ മാറാട് ആദ്യത്തെ സംഭവത്തിന്റെ പശ്ചാത്തലം. ഇത് കഴിഞ്ഞൊരു കൊല്ലം കഴിയുമ്പോഴാണ് ഈ അബൂബക്കറിന്റെ മകൻ, CPM-ന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്ന അബൂബക്കറിന്റെ മകൻ തന്റെ പിതാവിന്റെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി ആസൂത്രണം ചെയ്ത ഒരു സംഭവത്തിന്റെ വെളിച്ചത്തിൽ ഒരു അക്രമം ഉണ്ടാകുന്നു. ആ അക്രമത്തിൽ അത്യന്തം നിർഭാഗ്യകരം ഒരിക്കലും സംഭവിച്ചുകൂടാൻ പാടില്ലാത്ത വിധം അവർ ഗ്രാമത്തിൽ 8 പേരും മരിക്കുന്നു. ഒരു മുസ്ലിമും ബാക്കിയുള്ളവർ ഹിന്ദുക്കളും അടങ്ങുന്ന 8 പേര് ഒരൊറ്റ രാത്രിയിൽ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് കൊല്ലപ്പെടുന്ന ഒരു സംഭവം മാറാട് കടപ്പുറത്തുണ്ടാവും. സ്വാഭാവികമായും മുസ്ലിങ്ങൾ ആക്രമിച്ചു, ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു എന്ന ഒരു നറേഷനിലേക്കാണ് ഈ വിഷയം നീങ്ങിയത്. ആ നറേഷന്റെ ഫലമായി മാറാട്ട മുസ്ലിങ്ങൾക്കെതിരായി വമ്പിച്ച തിരിച്ചടികളുണ്ടായി. ഒരുപാട് വീടുകൾ ആക്രമിക്കപ്പെട്ടു, കൊള്ള നടന്നു, മറ്റ് പരിക്കുകളുണ്ടായി. 3000-ഓളം വരുന്ന മനുഷ്യർക്ക് ആ നാട് വിട്ടു പോകേണ്ടി വന്നു. അവർ വേറെ സ്ഥലങ്ങളിൽ താമസിക്കുന്ന അവസ്ഥയുണ്ടായി. അവർക്ക് ടെന്റുകൾ കെട്ടിക്കൊടുത്ത് പുനരധിവാസ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി, ആ കേന്ദ്രങ്ങൾ അവർ പാർപ്പിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ടായി. അന്ന് പക്ഷേ CPM പാർട്ടി എടുത്ത നിലപാട് എന്താണ്? CPM എടുത്ത നിലപാട് ഈ മാറാട് വിട്ടുപോകേണ്ടി വന്ന മനുഷ്യരെ മാറാട് തിരിച്ചെത്തിക്കാൻ UDF ഗവൺമെന്റിന് കഴിയുന്നില്ല. UDF ഇവരാണ് ഇരകൾ, ഈ പുനരധിവസിക്കാത്ത താമസിക്കുന്ന മനുഷ്യന്മാരാണ് ഇരകളെന്നും ആ ഇരകളെ സഹായിക്കാൻ UDF ഗവൺമെന്റിന് കഴിയുന്നില്ലെന്നും പറഞ്ഞുകൊണ്ടുള്ള സമരത്തിലായിരുന്നു CPM. യഥാർത്ഥത്തിൽ അന്ന് UDF, മുസ്ലിം ലീഗ് ഉൾപ്പെടെ, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള മാറാടുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ചില പരാമർശങ്ങളിൽ ഞാൻ മാറാട് ധൈര്യപൂർവ്വം പോയി എന്നും കുഞ്ഞാലിക്കുട്ടിയെ അടക്കം അവിടെ കൊണ്ടുപോയില്ല ആന്റണി എന്നൊക്കെ പറഞ്ഞുള്ള വിമർശനങ്ങൾ ഈ അടുത്ത് നടത്തുകയുണ്ടായി. യഥാർത്ഥത്തിൽ എന്തായിരുന്നു അവിടുത്തെ ഒരു ചിത്രം? അവിടുത്തെ ഒരു ചിത്രം ഞാൻ ഈ പറഞ്ഞതുപോലെ CPM RSS സംഘടനകളുടെ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരുന്നൊരു വർഗീയ ധ്രുവീകരണം. ആ വർഗീയ ധ്രുവീകരണമാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതെങ്കിൽ പോലും അതൊരു ഹിന്ദു മുസ്ലിം കലാപമായിരുന്നു എന്ന രൂപത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുകയും ആ വ്യാഖ്യാനത്തിന്റെ ഫലമായി അവിടുത്തെ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾക്ക് അവരവരുടെ വീടുകളിൽ താമസിക്കാൻ കഴിയാതെ അവർക്ക് ഗവൺമെന്റ് ഒരുക്കി കൊടുത്ത ഷെൽട്ടറുകളിൽ അവർ താമസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കെ അവരെ പുനരധിവസിപ്പിക്കാത്തത് RSSന് വേണ്ടിയാണ് എന്ന നറേഷൻ സൃഷ്ടിച്ചുകൊണ്ട് ആന്റണിയെയും കുഞ്ഞാലിക്കുട്ടിയെയും UDF ഗവൺമെന്റിനെയും ഒക്കെ RSS പക്ഷപാതികളാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമമാണെന്ന് CPM നടത്തിയത്. അത്തരമൊരു ശ്രമം ഒരു ഭാഗത്ത് CPM നടത്തുന്നു, മറ്റൊരു ഭാഗത്ത് മുസ്ലിങ്ങൾ അവിടെ തിരിച്ച് താമസിക്കാൻ വരുന്നതിനെ തടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും RSS നടത്തിക്കൊണ്ടിരിക്കുന്നു, അരയ സമാജത്തെ അടക്കം മുന്നിൽ നിർത്തിക്കൊണ്ട്. അന്ന് അവിടെ ഭരണകൂടത്തിലുള്ള ഒരു ഭരണകൂടത്തിന് ഇനി ഒരിക്കലും മാറാട് അത്തരമൊരു മുറിവുണ്ടാകാതിരിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുക?
ചെയ്യേണ്ടത് സ്വാഭാവികമായും അവിടെ 8 പേർ കൊല്ലപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രാമത്തിൽ ആ കൊലപാതകത്തിന്റെ മുറിവ് ഉണക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ആ മുറിവ് അവിടുത്തെ ഈ ഇരയാക്കപ്പെട്ട സമുദായത്തിന്റെ മനസ്സിൽ നിന്ന് ആ മുറിവ് ഉണക്കണം. എന്നിട്ട് തങ്ങളുടെ അയൽക്കാരായിട്ടിരുന്ന ആളുകളെ ഇപ്പോ അവിടെ താമസിക്കാൻ കഴിയാത്ത വിധം പുനരധിവാസ ക്യാമ്പുകളിൽ ഷെൽട്ടറുകളിൽ താമസിക്കുന്ന ഈ മനുഷ്യന്മാരെ അവിടെ തിരിച്ചു കൊണ്ടുവരാനും തിരിച്ചു വരുമ്പോൾ അവരെ സ്വീകരിച്ച് തങ്ങളുടെ അയൽക്കാരായി സ്വീകരിച്ച് അവരെ മാനസികമായി ഐക്യപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു മാനസികാവസ്ഥയിലേക്ക് ഈ മാറാട് പ്രദേശത്തെ ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ആളുകളെയും മാറ്റണം. ആ പ്രക്രിയക്ക് ഏതാണ്ട് സമയമെടുത്തു. ഗാന്ധിയൻ സംഘടനകൾ അടക്കമുള്ള ആളുകൾ രംഗത്ത് വന്നു, മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ രംഗത്ത് വന്നു. അവരൊക്കെ കൂടി നടത്തിയിട്ടുള്ള വളരെ ശാസ്ത്രീയമായ പ്രവർത്തനങ്ങളിലൂടെ അവസാനം അവിടെ ഈ കുടിയൊഴിഞ്ഞു പോയ കുടുംബങ്ങളെ തിരിച്ചു കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ടായി. ആ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ കേരളക്കരയിലെ മാധ്യമങ്ങളൊക്കെ അത് ആഘോഷിക്കുകയായിരുന്നു. തങ്ങളുടെ അയൽപ്പക്കത്ത് നിന്ന് മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു വർഷം മുമ്പ് എന്ത് കാരണത്താലെന്ന് ഈ കുഞ്ഞുങ്ങൾക്കറിയില്ല വിട്ടുപോയ തന്റെ കളിക്കൂട്ടുകാരനെ മുന്നിൽ കണ്ടപ്പോ അരയ സമാജത്തിൽപ്പെട്ട ധീവര സമുദായത്തിൽപ്പെട്ട മാറാട്ടെ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾ തന്റെ കളിക്കൂട്ടുകാരൻ തിരിച്ചു വന്ന സന്തോഷത്തിൽ അവർ കെട്ടിപ്പിടിച്ച് തൊടിയിലും പാടത്തുമൊക്കെ അവർ കളിക്കുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ചുകൊണ്ട് മലയാളത്തിലെ ചാനലുകൾ ആ ഒരു മനോഹരമായ ദൃശ്യങ്ങളെന്ന് കാണിച്ചു. തിരിച്ചു വന്ന മുസ്ലിം കുടുംബത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് ഭക്ഷണം വേവിക്കാൻ പാത്രമില്ല. അവരുടെ വീടുകളിലെ പാത്രങ്ങളൊക്കെ ഈ കലാപത്തിന്റെയും സംഘർഷത്തിന്റെയും ഭാഗമായി നശിപ്പിക്കപ്പെട്ടിരുന്നു എന്നറിഞ്ഞപ്പോ അയൽപ്പക്കത്തെ മത്സ്യത്തൊഴിലാളി സഹോദരി അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പാത്രം കൊടുത്ത് ഇതാ വാങ്ങിക്കൊണ്ടുവന്ന അരി ഈ പാത്രത്തിൽ വേവിക്കൂ എന്ന് പറഞ്ഞ് പാത്രം കൊടുത്തിട്ട് അവരാ പാത്രത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്ന വീഡിയോ വന്നു. പക്ഷെ അന്ന് കൈരളി കാണിച്ചത് മാറാടിന്റെ മുറി ഉണങ്ങിയില്ല എന്ന ടൈറ്റിലിൽ കൈരളി കാണിച്ചത് 1000-ഓളം ആളുകൾ തിരിച്ചു വന്ന സ്ഥലത്ത് ഈ 3000-ഓളം ആളുകൾ തിരിച്ചു വന്നൊരു സ്ഥലത്ത് ഈ 3000 ആളുകളെ ആ ഗ്രാമം സ്വീകരിച്ചപ്പോ അവിടെ ഏതോ ഒരു മുസ്ലിം സ്ത്രീയെ കണ്ടപ്പോ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും മരിച്ചുപോയൊരു സ്ത്രീയാകാം, ഒരു മത്സ്യത്തൊഴിലാളി സ്ത്രീ അത് അവരോട് ഇത്തിരി കയർക്കുന്ന ഒരു വീഡിയോ കാണിച്ചുകൊണ്ട് മാറാടിന്റെ മുറി ഉണങ്ങുന്നില്ല എന്ന് പറയുന്ന വാർത്ത പ്രസിദ്ധീകരിച്ച വാർത്താ സംവിധാനത്തിന്റെ ചാനലിന്റെ പേരാണ് കൈരളി എന്ന് പറയുന്നത്. ആ കൈരളി ചാനലിന് നേതൃത്വം കൊടുക്കുന്നത് പിണറായി വിജയനാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതാണ് മാറാട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മാറാട് കഴിഞ്ഞിട്ട് 2004-ലാണ് 2002-ലോ 2004-ലാണ് മാറാടെന്നാണ് എന്റെ ഓർമ്മ. 2004-ലല്ല 2002-ലാണ് 2001-2002 ആണ്. ഏതാണ്ട് 23-24 കൊല്ലം കഴിഞ്ഞു. അതിനുശേഷം മാറാട് പോലൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഈ പുനരധിവാസം സാധ്യമാകുന്ന സമയത്ത് അവിടെ ആന്റണിയാണ് മുഖ്യമന്ത്രി. പിന്നീട് ഉമ്മൻചാണ്ടി ആ ഗവൺമെന്റ് തുടർച്ചയുണ്ടായി. അത് കഴിഞ്ഞ് അച്യുതാനന്ദൻ 5 കൊല്ലം ഭരിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഉമ്മൻചാണ്ടി ഭരിച്ചു. 2006 മുതൽ 11 വരെ അച്യുതാനന്ദൻ ഭരിച്ചു. 11 മുതൽ 16 വരെ ഉമ്മൻചാണ്ടി ഭരിച്ചു. ഈ 12 വർഷവും അവിടെ കലാപങ്ങൾ ഉണ്ടായിട്ടില്ല. മാറാട് പിന്നീട് ഒരു സംഘർഷം ഉണ്ടായിട്ടില്ല. ആ ജനത ഈ സംഘർഷങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ആയുധങ്ങളല്ല, അക്രമങ്ങളല്ല, മനുഷ്യർ തമ്മിലുള്ള ഐക്യമാണ് പ്രധാനമെന്ന് അവർക്ക് ബോധ്യം വന്നു. അവരാ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനൊരു സംഭവം നടന്നത് പോലും ഒരുപക്ഷെ അതിന്റെ വാർഷിക ദിനം വരുമ്പോഴോ മറ്റോ മാത്രമായിരിക്കും ആ നാട് ഒന്നാകെ ഓർക്കുക. ഇക്കഴിഞ്ഞ 1-2 മാസമായി ഈ മാറാട് വിഷയം വെള്ളാപ്പള്ളി എടുത്തിട്ട് അലക്കാൻ തുടങ്ങിയത് മുതൽ, AK ബാലൻ അതിനെ ആവർത്തിച്ചത് മുതൽ, പിണറായി വിജയൻ എൻഡോസ് ചെയ്തത് മുതൽ, ഇപ്പോഴും പിണറായി വിജയൻ അത് ഏതെങ്കിലും ഒരു മുസ്ലിം സമ്മേളനത്തിൽ 10 മുസ്ലിങ്ങളെ മുന്നിൽ കിട്ടിയാൽ അവരുടെ മുമ്പിൽ അത് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ മറന്നുപോയ കാര്യങ്ങളെ അവിടുത്തെ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മനസ്സിലേക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് വീണ്ടും അവർക്കിടയിൽ ഒരു ശത്രുതയുടെ അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഇനിയൊരു കലാപത്തിന്റെ വിത്ത് വിതക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്ന പരിശോധകരായിട്ടാണ്
നമുക്ക് ഈ പിണറായി വിജയനെയും അതേപോലെ വെള്ളാപ്പള്ളിയെയും AK ബാലനെയും ഒക്കെ കാണാൻ കഴിയും. ഇനി അടുത്ത സ്റ്റെപ്പ്, ഞങ്ങൾ 10 കൊല്ലമായി അധികാരത്തിൽ വന്നിട്ട് ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊരു വാദമാണ്. ഞാൻ പറഞ്ഞു, മാറാട് 2004 കഴിഞ്ഞത്, 2003 2004 അവസാനിച്ചത്, 2026 വരെയുള്ള 10 വർഷമേ പിണറായി വിജയൻ ഭരിക്കുന്നുള്ളൂ. ബാക്കി വരുന്ന 5 വർഷം അച്യുതാനന്ദൻ 15 കഴിച്ചാൽ പിന്നെ 11 വർഷം, ഏതാണ്ട് 9-10 വർഷം ഭരിക്കുന്നത് UDF ആണ്. UDF ഭരിച്ച കാലത്തും ഈ പ്രശ്നങ്ങളില്ല, ഇപ്പോഴും മാറാട് വിഷയങ്ങളില്ല. പക്ഷേ കേരളത്തിലൊന്നും തന്നെ വർഗീയ ധ്രുവീകരണം ഉണ്ടായില്ല, വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായില്ല. ഒരു വിഭാഗത്തെ രണ്ടാംകിട പൗരന്മാരാക്കുന്ന അവസ്ഥയുണ്ടായില്ല എന്നൊക്കെ പിണറായി വിജയൻ പറയുമ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾ പ്രസംഗിച്ചത് AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം കൊടുക്കുന്ന സമസ്തയുടെ സമ്മേളനത്തിലല്ലേ പിണറായി? ആ AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന സമസ്തയുടെ പ്രവർത്തകനായിരുന്നില്ലേ കാസർകോട്ടെ റിയാസ് മൗലവി? ചൂരിപ്പള്ളിയിലെ മുഅദ്ദിനായിരുന്ന കർണാടക സ്വദേശിയായ റിയാസ് മൗലവി, അദ്ദേഹം ഒരു പാർട്ടിയുടെയും പ്രതിനിധിയായിരുന്നില്ലല്ലോ, ഒരു രാഷ്ട്രീയത്തിലും അദ്ദേഹം പ്രവർത്തിച്ചില്ലല്ലോ. അദ്ദേഹം അവിടെ ആ മസ്ജിദിൽ ജോലി ചെയ്യുന്ന മുഅദ്ദിനെ RSSകാർ വെട്ടിക്കൊന്നല്ലോ. എന്നിട്ട് നിങ്ങളെന്താ ചെയ്തത്? ആ വെട്ടിക്കൊന്നവര് കള്ളുകുടിച്ചപ്പോൾ കൊല്ലാൻ തോന്നി, അങ്ങനെ കൊന്നു എന്നൊക്കെ പറഞ്ഞ് FIR ഉണ്ടാക്കി അയാളുടെ മൃതദേഹം ആ പള്ളിയിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്ന ആ പള്ളിയിൽ പൊതുദർശനത്തിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ നാട്ടുകാരുടെ ആഗ്രഹത്തെ നിങ്ങൾ അട്ടിമറിച്ചു. ആ മൃതദേഹത്തെ നിങ്ങൾ ബലമായി കൊണ്ടുപോയി കൊടകിലേക്ക് ആംബുലൻസിന്റെ ഡ്രൈവറെ പിടിച്ചിറക്കി, സർക്കാരിന്റെ പോലീസിനെ ഡ്രൈവറാക്കി ഇരുത്തി നിങ്ങൾ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ അടക്കി. നഷ്ടപരിഹാരം കൊടുത്തില്ല. നഷ്ടപരിഹാരത്തിന് വേണ്ടി നിങ്ങളെ സമീപിച്ചപ്പോൾ അന്ന് എന്നെ നിൽക്കുന്ന MLA, അതുപോലെ PB അബ്ദുൾ റസാഖ് MLA, MC കമറുദ്ദീൻ, ചെർക്കളം അബ്ദുല്ല സാഹിബ്, CT അഹമ്മദ് അലി സാഹിബ്, ഇവർ രണ്ടുപേരും നിങ്ങളുടെ കാലത്ത്, നിങ്ങൾ അസംബ്ലിയിലെത്തിയ കാലം മുതൽ അസംബ്ലിയിൽ ഉണ്ടാവുകയും നിങ്ങളുടെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരായിട്ടൊക്കെ പ്രവർത്തിക്കുകയും ചെയ്തവരാണ്. അവർ വന്ന് റിയാസ് മൗലവിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങളെന്താ മറുപടി പറഞ്ഞത്? അതൊക്കെ നിങ്ങളുടെ രീതിയാണ്, ഞങ്ങളുടെ രീതിയല്ല എന്നാണ്. നഷ്ടപരിഹാരം കൊടുത്തില്ല. ഇന്ന് നിങ്ങളോടൊപ്പം നടക്കുന്ന അഡ്വക്കേറ്റ് ഷുക്കൂർ ഉണ്ടല്ലോ, പുതിയ സഖാവ്, ആ സഖാവ് പോലും വന്ന് UAPA ചുമത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ സമരത്തിന്റെയും പോരാട്ടത്തിന്റെയും മുന്നിൽ നിന്ന് പൊരുതിയതാണ്. ഓർമ്മയുണ്ടാകും പിണറായിക്ക്. UAPA ചുമത്തിയില്ല. അവസാനം ആ പ്രതികളെ വെറുതെ വിടുന്ന അവസ്ഥയിലേക്ക് ആ കേസിനെ എത്തിച്ചത് നിങ്ങളാണ്. നിങ്ങളുടെ ഭരണത്തിലാണ് RSSകാർ, AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന സമസ്ത വിഭാഗത്തിൽ വിശ്വസിച്ചിരുന്ന ആ റിയാസ് മൗലവി എന്ന് പറയുന്ന സാധാ പാവങ്ങളിൽ പാവമായ മനുഷ്യനെ വെട്ടിനുറുക്കിക്കൊന്നത്. കൊടിഞ്ഞി ഫൈസൽ മലപ്പുറത്ത് കൊല്ലപ്പെട്ടത് ആരുടെ ഭരണത്തിലാണ് പിണറായി? എന്താണ് കൊടിഞ്ഞി ഫൈസൽ ചെയ്ത തെറ്റ്? രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിച്ച് സമരം ചെയ്ത് രാഷ്ട്രീയക്കാർ തമ്മിലുള്ള അടിപിടിയിൽ കൊല്ലപ്പെട്ടതാണോ? അല്ലല്ലോ. കൊടിഞ്ഞി ഫൈസൽ എന്ന് പറയുന്ന മനുഷ്യൻ നേരത്തെ അദ്ദേഹം വിശ്വസിച്ചിരുന്ന മതത്തിൽ നിന്ന് തനിക്ക് ശരിയെന്ന് തോന്നുന്ന മതത്തിലേക്ക് ഭരണഘടന വിഭാവനം ചെയ്യുന്ന വിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കടന്നു വന്നു ജീവിക്കുന്ന മനുഷ്യൻ. ആ മനുഷ്യനെ കൊന്നു RSSകാർ. ആരുടെ കാലത്താണ്? നിങ്ങളുടെ കാലത്താണ്. നിങ്ങൾ കേരളം ഭരിച്ച കാലത്താണ്. എന്നിട്ട് എന്ത് ചെയ്തു? കൊടിഞ്ഞി ഫൈസലിനെ കൊന്ന പ്രതികളെ നിങ്ങൾ പിടിച്ചോ? ആഴ്ചകളും മാസങ്ങളും അവരെ പിടിക്കാതെ ബാക്കി വെച്ച് അവസാനം PK അബ്ദുൾ റബ്ബ് എന്ന് പറയുന്ന തിരൂരങ്ങാടി MLAക്ക് റോഡ് ഉപരോധ സമരം നടത്തേണ്ടി വന്നു 2 ദിവസം. അപ്പോഴാണ് നിങ്ങളുടെ DGPയും നിങ്ങളുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് 2 ആഴ്ച കൊണ്ട് പ്രതികളെ പിടിക്കാമെന്ന് വാക്കുകൊടുക്കുന്നത്. അവസാനം 2 ആഴ്ച കഴിഞ്ഞ് പ്രതികളെ പിടിക്കുന്നതിന് അർത്ഥം എന്താണ്? അത്ര വരെ നിങ്ങൾ ബോധപൂർവം പിടിക്കാതിരുന്നു എന്നല്ലേ? എന്നിട്ടോ ആ പിടിക്കപ്പെട്ട പ്രതികൾക്ക് ഒരുപക്ഷെ കൊലപാതക കേസുകളുടെ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ ജാമ്യം കിട്ടിയ പ്രതികളായി കൊടിഞ്ഞി ഫൈസലിന്റെ വധക്കേസിൽ പ്രതികൾ മാറിയില്ലേ? എന്നാൽ തിരിച്ചത് കഴിഞ്ഞ് കൊടിഞ്ഞി ഫൈസൽ വധക്കേസിലെ ഒരു പ്രതിയെ SDPI ആണെന്ന് തോന്നുന്നു കൊല്ലുന്ന ഒരവസ്ഥയുണ്ടായത് നിങ്ങളുടെ ഭരണത്തിലാണ്. ആ കൊന്നപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത്? കൊലക്കേസിലെ പ്രതിയായ SDPIക്കാരനെ 3 ദിവസം കൊണ്ട് കിട്ടാത്തത് കൊണ്ട് അവന്റെ ഭാര്യയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ അയച്ചു. നിങ്ങൾ കൊലപാതകയെ അറസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്.
പക്ഷെ കൊല്ലപ്പെട്ടത് ഫൈസലാകുമ്പോൾ ഫൈസലിന്റെ കൊലക്കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ മാസങ്ങൾ കാത്തു നിൽക്കുകയും അതിന്റെ പേരിൽ അവരുടെ ആരുടെയെങ്കിലും ബന്ധുക്കളെ പ്രതികളുടെ ആരുടെയെങ്കിലും ബന്ധുക്കളെ പിടിക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ റിമാൻഡ് ചെയ്യുകയോ ചെയ്യാത്ത നിങ്ങളുടെ പോലീസ് കൊടിഞ്ഞി ഫൈസലിന്റെ കൊലപാതകത്തിനൊരു പകരം കൊല നടന്നപ്പോൾ ആ കൊലക്കേസിലെ പ്രതിയുടെ ഭാര്യയെ 3-ാം ദിവസം കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കുന്നിടത്ത് ഈ തുല്യ പരിഗണനയും തുല്യാവകാശവും 2ാം തരം പൗരന്മാരായി മുസ്ലിങ്ങളെ മാറ്റുന്ന അവസ്ഥ ഞങ്ങളുടെ കേരളത്തിൽ ഇല്ല എന്ന് പറയുന്ന നിങ്ങളുടെ വാദം പൊളിയുകയാണ്. നിങ്ങളുടെ കാലത്ത് വർഗീയ സംഘർഷം നടന്നില്ലെന്ന് നിങ്ങളുടെ വാദം തകരുകയാണ്. ആലപ്പുഴയില് സുഡാപ്പിയും RSSും പരസ്പരം കൊന്നല്ലോ. ആദ്യം RSSകാരൻ സുഡാപ്പിയെ കൊന്നു, രണ്ടാമത് സുഡാപ്പി RSSനെ കൊന്നു. നിങ്ങളുടെ ഭരണത്തിലാണ്. എന്നാൽ ആ കൊലപാതക കേസിനെ സമീപിച്ചെടുത്തോ 1-ാം തരം പൗരനും 2-ാം തരം പൗരനും ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ. ആദ്യം കൊന്നത് RSSകാരനാണ് സുഡാപ്പിക്കാരനെ. പകരം കൊലയാണ് സുഡാപ്പിക്കാരൻ RSSകാരനെ കൊന്നത്. പക്ഷേ RSSകാരൻ സുഡാപ്പിക്കാരനെ കൊന്നത് സാധാരണ കൊലയും സുഡാപ്പിക്കാരൻ RSSകാരനെ കൊന്നത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള കൊലയുമാണ്. അതുകൊണ്ട് സുഡാപ്പിക്കാരൻ RSSകാരനെ കൊന്നെടുത്ത് NIAയും UAPAയും എല്ലാം ഉണ്ട്. RSSകാരൻ സുഡാപ്പിക്കാരനെ കൊന്നെടുത്തേക്ക് ഗൂഢാലോചനയില്ല, ഗൂഢാലോചന കുറ്റമില്ല. RSSകാരൻ സുഡാപ്പിക്കാരനെ കൊന്നെടുത്ത് അവിടെ മാത്രം അന്വേഷണം ഒതുങ്ങി. പ്രതികള് അവിടെ മാത്രമാണ്, കുറച്ച് പ്രതികളാണ്. സുഡാപ്പിക്കാരൻ RSSകാരനെ കൊന്നെടുത്ത് കേരളമാകെ സുഡാപ്പിയുടെ ഓഫീസ് റെയ്ഡ്, ധാരാളം പ്രതികള്, അവസാനം ട്രയൽ നടന്നു. സുഡാപ്പിക്കാരൻ RSSകാരനെ കൊന്ന കേസിൽ വധശിക്ഷ, സുഡാപ്പിക്കാരൻ സുഡാപ്പിക്കാരനെ കൊന്ന കേസിൽ ഇപ്പോഴും അതിന്റെ ട്രയൽ പോലും നേരാൻ വണ്ണം നടന്നിട്ടില്ല. എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. അവിടെയും 1-ാം കിട പൗരനും 2-ാം കിട പൗരനും ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. കൊടിഞ്ഞി ഫൈസലിന്റെ കൊലക്കേസിലുണ്ടായിട്ടുണ്ട്. ഇവിടെ RSS സുഡാപ്പി പരസ്പരമുള്ള കൊലയിലുണ്ടായിട്ടുണ്ട്. കളമശ്ശേരി നിങ്ങളുടെ കാലത്തല്ലേ മിസ്റ്റർ പിണറായി? ബോംബ് സ്ഫോടനം 8 മനുഷ്യനെ ഒരു മനുഷ്യൻ കൊല്ലുകയാണ്. കൊന്ന മനുഷ്യന്റെ മതം ക്രിസ്തു മതമാണ്. അയാൾ കൊന്നതും ക്രിസ്ത്യാനികളെയാണ്. മരണം നടന്ന ഉടനെ അത് പ്രചരിച്ചത് മുസ്ലിം തീവ്രവാദികൾ നടത്തിയ ബോംബാക്രമണം എന്ന നിലക്കാണ് അത് പ്രചരിപ്പിക്കപ്പെട്ടത്, മാധ്യമങ്ങൾ കൊണ്ടാടിയത്. അവസാനം ഈ മനുഷ്യൻ നേരിട്ട് വന്നിട്ട് ഞാനാണ് കൊന്നത് എന്ന് വിളിച്ചു പറയുമ്പോഴാണ് അയാളാണ് കൊന്നത് എന്ന് നമ്മുടെ നിയമ സംവിധാനത്തിന് മനസ്സിലാകുന്നത്. യഹോവ സാക്ഷികളുടെ ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിൽ വന്നിട്ട് ഈ രൂപത്തിൽ ബോംബിട്ട് 8 മനുഷ്യന്മാരെ കൊന്ന ഒരു സംഗതി ഒരു സാധാരണ ഒരു സംഭവം പോലെ കൈകാര്യം ചെയ്തു നിങ്ങൾ. ആ മനുഷ്യന്റെ പ്രേരകമെന്താണ്? അയാളുടെ പിന്നിൽ ആരാണ്? അയാളെ കൊണ്ട് ഇതാരാണ് ചെയ്യിപ്പിച്ചത്? എങ്ങനെയാണ് ഈ സംഭവത്തിന് മുസ്ലിം തീവ്രവാദികൾ എന്ന രൂപത്തിലുള്ള ഡൈവേർഷൻ സംഭവിച്ചു? അതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്താണ്? അന്വേഷിച്ചോ പിണറായി? ശിക്ഷിച്ചോ? UAPA ചുമത്തിയോ? NIAക്ക് വിട്ടുകൊടുത്തോ? ഒന്നും ചെയ്തില്ലല്ലോ. ഒന്നും ചെയ്തില്ലല്ലോ. ഈ നിലക്ക് എണ്ണിപ്പറഞ്ഞാൽ എത്രയെത്ര വർഗീയമായ സംഘർഷങ്ങളുടെ കലാപങ്ങളുടെ കഥകൾ നമുക്കിവിടെ പറയാൻ കഴിയും. അഭിമന്യു നിങ്ങളുടെ SFIയുടെ സുഹൃത്ത് SDPI ആണ് കൊന്നത് എന്ന് പറഞ്ഞു. നിങ്ങൾ കേരളമാകെ നിങ്ങൾ റെയ്ഡ് നടത്തി, എത്രയോ SDPIക്കാരെ പ്രതികളാക്കി. ഞങ്ങൾക്ക് പരാതിയില്ല കേട്ടോ, അതൊക്കെ വേണ്ടതാണ്. അതിന്റെ പിന്നിൽ നടന്ന സംഭവങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതാണ്. കുറ്റവാളികൾ ആരായാലും കണ്ടെത്തേണ്ടതാണ്. ഞങ്ങൾക്കത് പരാതിയില്ല. പക്ഷേ ഈ അഭിമന്യു പിടിച്ച അതേ SFIയുടെ കൊടി പിടിച്ച അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ 17കാരനെ ഉപ്പളയിൽ RSSകാർ കൊന്നിട്ടുണ്ട്. ആ കൊലക്കേസിന്റെ അന്വേഷണം 2 ദിവസം 2 RSSകാരെ പിടിച്ചു കൂട്ടി ഒരു പുതിയ കത്തി കൊണ്ടുവന്നൊരു റോഡ് അരികിലെ പുല്ലിലിട്ടിട്ട് ആ പുല്ലിൽ നിന്ന് കത്തി എടുത്തിട്ട് ഇതാണ് കൊലക്കത്തി എന്നും പറഞ്ഞുകൊണ്ട് കോടതിയിൽ കൊടുത്തു. ഇപ്പൊ എന്താ കേസ്? നാളെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാവുക. ഒരു തരത്തിൽ ശിക്ഷിക്കപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നില്ല. അഭിമന്യു സുഡാപ്പിക്കാരനാൽ കൊല്ലപ്പെടുമ്പോ കേരളമാകെ അരിച്ചുപുറുക്കിയുള്ള അന്വേഷണം UAPA NIA തിരിച്ച് അബൂബക്കർ സിദ്ദീഖ് RSSകാരനാൽ കൊല്ലപ്പെടുമ്പോ SFIക്കാരനായ അബൂബക്കർ സിദ്ദീഖ് RSSകാരനാൽ കൊല്ലപ്പെടുമ്പോ അന്വേഷണം വേണ്ട, UAPA വേണ്ട, NIA വേണ്ട. മിസ്റ്റർ പിണറായി, ഇത് വിവേചനമല്ലേ?
ഇത് ഒന്നാം കിട പൗരനും രണ്ടാം കിട പൗരനും അല്ലേ? ഇത് നിങ്ങളുടെ ഭരണത്തിലല്ലേ നടക്കുന്നത്? ഇതൊക്കെ നടന്നിട്ടും ഇവിടെ ഈ രാജ്യത്ത് മുസ്ലിങ്ങളെ മുറിവേൽപ്പിച്ചുകൊണ്ട് ശശികല നടത്തിയ പ്രസ്താവനകളുടെ, ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവനകളുടെ, വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവനകളുടെ, ത്രിസംഖികൾ നടത്തിയ പ്രസ്താവനകളുടെ, ആ പ്രസ്താവനകളുടെയൊക്കെ ഫലമായി ഇവിടെ ഉണ്ടായിട്ടുള്ള വർഗീയ ചേരിതിരിവുകളുടെ ആ വർഗീയ ചേരിതിരിവിനെ ഒന്നും തന്നെ സ്പർശിക്കാൻ തയ്യാറാകാത്ത വിധം, അതേസമയത്ത് ഏതെങ്കിലും മുസ്ലിം സംഘടനകളുടെ മതപണ്ഡിതന്മാരോ ആരെങ്കിലുമോ എന്തെങ്കിലും മതോപദേശം നൽകുന്നിടത്ത് ഏതെങ്കിലും ഒറ്റപ്പെട്ട വാക്കുകൾ എടുത്ത് അതിനൊക്കെ എതിരായിട്ട് EAPA ചുമത്തി അറസ്റ്റ് ചെയ്ത നിങ്ങളുടെ കഥകൾ അതൊക്കെ വേറെ നിൽക്കുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, നിങ്ങളുടെ ഭരണത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയ ധ്രുവീകരണം സംഭവിച്ചത് 10 കൊല്ലം. ആ വർഗീയ ധ്രുവീകരണത്തിൽ നിങ്ങൾ മുസ്ലിങ്ങളെ രണ്ടാം കിട പൗരന്മാരായി തന്നെയാണ് ഈ കേരളക്കരയിൽ കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണത്തിൽ സമീപിച്ചിട്ടുള്ളത്. മൂന്നാമത്തേത്, നിങ്ങളുടെ വർഗീയ ധ്രുവീകരണങ്ങളുടെ ഫലമായി ഒരുപാട് മനുഷ്യന്മാർ കേരളത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ. നാലാമത്തെ വിഷയം, നിങ്ങൾ അനാവശ്യമായി ചരിത്രം മറന്നുപോയ ദുരന്തങ്ങളെയും മുറിവുകളെയും ഈ കേരളീയ മനസാക്ഷിയെ ഉറപ്പിച്ചുകൊണ്ട് കേരളത്തിൽ എന്തു വന്നാലും കേരളം ഒരു കാര്യം വസ്തുനിഷ്ഠമായി പറഞ്ഞിട്ടുണ്ട്: നിങ്ങൾ എത്ര തന്നെ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും തമ്മിൽ ശത്രുക്കളാക്കി പരസ്പരം എതിരില്ലാക്കി തീർത്തുകൊണ്ട് നിങ്ങൾ നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിച്ചാലും മലയാളക്കര വിളിച്ചു പറയുന്ന ഒരു മഹാസത്യമുണ്ട്: ഹിന്ദുവിന് മുസ്ലിമിന് ഹിന്ദുവിന്റെ കൂട്ടില്ലാതെ, ക്രിസ്ത്യാനിയുടെ സ്നേഹമില്ലാതെ മുന്നോട്ട് പോകാനാവില്ല. ഹിന്ദുവിന് മുസൽമാൻ കൂടെയില്ലാതെ, ക്രിസ്ത്യാനി ഒപ്പമില്ലാതെ മുന്നോട്ട് പോകാനാവില്ല. ക്രിസ്ത്യാനിക്ക് മുസൽമാന്റെയും ഹിന്ദുവിന്റെയും സാമീപ്യവും സഹകരണവും ഇല്ലാതെ മുന്നോട്ട് പോകാനാവില്ല. ഞാൻ ഓർത്തുപോകുന്നു, ഒരു വയനാട്ടുകുലവൻ ദൈവം കെട്ട് നടക്കുമ്പോൾ ആ വയനാട്ടുകുലവൻ ദൈവം കെട്ട് നടക്കുന്ന പരിപാടിയിലേക്ക് സംഘാടകരാൽ ക്ഷണിക്കപ്പെട്ട് അതിഥിയായി കടന്നു ചെന്ന ഞാൻ വയനാട്ടുകുലവൻ കെട്ടിയാടുന്ന സമയത്താണ് അവിടെ എത്തിയത്. സംഘാടകരെന്നെ കെട്ടിയാടുന്ന വയനാട്ടുകുലവൻ ദൈവത്തിന്റെ കെട്ടിയാടുന്നിടത്തേക്ക് എന്നെ കൊണ്ടുപോയി. ആ കെട്ടിയാടുന്ന മനുഷ്യൻ എന്നെ ചേർത്ത് പിടിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്: നിങ്ങൾ ഞങ്ങളുടെ ആളാണ്. ഞങ്ങൾക്ക് പഴയങ്ങാടിയിൽ വെച്ച് വേട്ടമൃഗത്തെ വേട്ടയാടി തന്നത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളും ഞങ്ങളും ഒന്നാണ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. മലയാളിയുടെ മനസ്സ്, നല്ല മതത്തെ നല്ല കണ്ണിലൂടെ കാണുന്ന ഏത് മനുഷ്യൻ പാർക്കുന്ന മണ്ണിലെയും മനുഷ്യരുടെ മനസ്സ്, അത് മലയാളി തന്നെ ആകണമെന്നില്ല. യഥാർത്ഥ ഹിന്ദു, യഥാർത്ഥ മുസ്ലിം, യഥാർത്ഥ ക്രിസ്ത്യൻ ആണിവിടെ ജീവിക്കുന്നതെങ്കിൽ ഒരു മുസ്ലിമിനും ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയെയോ ശത്രുവാക്കാൻ കഴിയില്ല. ഒരു ക്രിസ്ത്യാനിക്കും മുസ്ലിമിനെയോ ഹിന്ദുവിനെയോ ശത്രുവാക്കാൻ കഴിയില്ല. ഒരു മുസ്ലിമിനും ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയെയോ ശത്രുവാക്കാൻ കഴിയില്ല, തിരിച്ചും കഴിയില്ല. അവിടെയാണ് പണ്ടെങ്ങോ നടന്നുപോയ, ഏതെങ്കിലും രാഷ്ട്രീയമായ കാരണങ്ങളാലോ മറ്റോ നടന്നുപോയ ചെറിയ സംഭവങ്ങളെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് അതിനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഈച്ചക്ക് വ്രണമുള്ളിടത്ത് മാത്രമേ ഈച്ചയുണ്ടാകൂ എന്ന് പറഞ്ഞതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏതെങ്കിലും വ്രണങ്ങളെ തപ്പിപ്പിടിച്ച് അവിടെ ഇരിക്കുന്ന ഈച്ചയാകാൻ പിണറായി വിജയൻ ആഗ്രഹിക്കുമ്പോൾ, പിണറായി വിജയൻ CPM-നെ ആ രൂപത്തിൽ ഈച്ചകളാക്കി തീർക്കുമ്പോൾ, അങ്ങനെ ഈച്ചയാകാൻ വെള്ളാപ്പള്ളിമാരെ വലിയീച്ചകളാക്കി പറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നാടിന്റെ മനസ്സാണ് മുറിയുന്നത്. മനസ്സ് മുറിയാനല്ല, മനുഷ്യർക്കൊപ്പം എന്നൊരു ജാഥ ആദരണീയനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തിയത് അത് മനസ്സുകളെ അടുപ്പിക്കാനാണ്. മനസ്സുകളെ അടുപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവർ നടത്തുന്ന സംരംഭങ്ങളെപ്പോലും മനസ്സുകളെ മുറിവേൽപ്പിക്കാൻ ഉള്ള വേദിയാക്കി ഉപയോഗപ്പെടുത്തുന്ന അങ്ങയുടെ മനസ്സുണ്ടല്ലോ പിണറായി വിജയൻ, അങ്ങയുടെ മനസ്സിൽ അധികാരമല്ലാതെ, രാഷ്ട്രീയ താല്പര്യമല്ലാതെ, അങ്ങും അങ്ങയുടെ മക്കളുമൊക്കെ അകപ്പെട്ടു പോയിട്ടുള്ള ദുരന്തത്തിൽ നിന്ന്, ഈ കേസുകളിൽ നിന്ന് രക്ഷപ്പെടണമെന്ന സ്വാർത്ഥമോഹമല്ലാതെ വേറെ അങ്ങയെ മതിക്കുന്നൊരു നന്മയുമില്ല എന്ന് അങ്ങ് പിന്നെയും പിന്നെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദുഃഖമുണ്ട്, ഖേദമുണ്ട്. ഇങ്ങനൊരു മുഖ്യമന്ത്രിയാണല്ലോ എന്റെ നാടിനെ ഭജിക്കുന്നത് എന്നുള്ളത്.